കറി വെക്കാനായിട്ട് ഇന്ന് എന്തോന്ന് ഉണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഫ്രിഡ്ജിലെ പച്ചക്കറികളെ പറ്റി ഓർമ്മ വന്നത്. അങ്ങനെ അതും എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞ ഒരു മിക്സഡ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മീൻകാരച്ചേട്ടൻ്റെ കുക്ക് വെക്കണത്. അങ്ങനെ നേരെ ഓടിപ്പോയി മീനും മേടിച്ച് വന്നേ. എന്നുണ്ടായിരുന്നത് നല്ല പെപ്സി കുടുതിയും പിന്നെ അയിലേട്ട. നല്ല കുടുതാന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം തരക്കേട്ടില്ലാത്ത കുടുതിയാണ്. പക്ഷെ അയില നല്ല അടിപൊളി അയിലാണ്, നല്ല ഫ്രഷ് അയിലായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ അയിലായിരുന്നേ. അങ്ങനെ അതും മേടിച്ച് വന്ന് നേരെ ഉപ്പേരി വറവിട്ടിട്ട് അത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം മീൻ നന്നാക്കി വരുന്ന സമയം കൊണ്ട് അത് അവിടെ ഇരുന്ന് വേവുമല്ലോ. അങ്ങനെ മീൻ നന്നാക്കാനായിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ വേഗം ചടപെടാന്ന് പറഞ്ഞിട്ട് നന്നാക്കി എടുത്തു. പക്ഷേ കുടുത് കുറച്ച് മോശമായ കാരണം തന്നെ നന്നാക്കി എടുക്കാൻ ഇത്തിരി പാടുപെട്ടു. അങ്ങനെ രണ്ടും കൂടി കഴുകിയെടുത്ത സമയം കൊണ്ട് അമ്മ കറി അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കറി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നേരെ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുടുത്ത് നല്ലപോലെ കായം തേച്ച് മസാലയൊക്കെ തേച്ച് വെച്ചു, ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ ഉപ്പേരി വറവിട്ട് വെച്ചത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തേങ്ങയും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ തേങ്ങ അരച്ചിട്ട് ഒരു മോര് കറി കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേനയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു മോര് കറി ആയിരുന്നു, നല്ല ജീരകമൊക്കെ ഇട്ട് അരച്ചത്. അത് വറവിട്ട് കൊടുത്തു. പിന്നെ മീനും കൂടി വറക്കാനിട്ടു കേട്ടോ. അങ്ങനെ മീനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. മേശമയ്ക്ക് എല്ലാ ഫുഡൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴേക്ക് നല്ലപോലെ വിശപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും കൂടി എടുത്ത് ഉപ്പേരും മീൻ വറുത്തതും മീൻകറിയൊക്കെ എടുത്ത് ഞാനൊരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.